ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ഡിഷുമായിട്ടാണ്. അതെന്താണെന്നറിയാമോ? നമ്മുടെ കോളിഫ്ലവറിൻ്റെ ലീഫ് വെച്ചുള്ള ഒരു തോരനാണ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് കൃഷി ചെയ്യുന്നവർക്ക് സാധാരണ ലഭിക്കാറുള്ളൂ. എനിക്കിവിടെ ഒരു ഫാമിൽ നിന്ന് ലഭിച്ചതാണ്. നമുക്ക് ട്രസ്റ്റായിട്ടുള്ള ഇലകൾ നമുക്ക് ഉപയോഗിക്കാം. ഇത് നല്ല ഒരു ഹെൽത്തി ഡിഷാണ്. ഈ ഇലയ്ക്ക് വളരെ ഗുണങ്ങളുണ്ട്. കാൽഷ്യവും അയണും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഈ ഇല കിട്ടിയാൽ എല്ലാവരും ട്രൈ ചെയ്യണം. ഞാനതിൻ്റെ ഇൻസൈഡിലുള്ള ഇലകളാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി നോക്കി നമ്മൾ ഇതേപോലുള്ള പുഴു ഉണ്ടോ എന്ന് നോക്കണം. സാധാരണ കണ്ടുവരുന്നതാണ് ഈ പുഴു. അതുപോലെ തന്നെ ചിലന്തി ഉണ്ടാവും. നന്നായി നോക്കി അത് കഴുകി വൃത്തിയാക്കി നമുക്ക് ഉപയോഗിക്കാം. ഞാനിവിടെ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. അത് നമ്മൾ സാധാരണ ചീര അരിയുന്നത് പോലെ തണ്ടുൾപ്പെടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അത് അരിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് എന്താണ് ഇതിനകത്ത് ചേരുവകളെന്ന് നമുക്ക് നോക്കാം. തേങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ 2-3 അല്ലി വെളുത്തുള്ളി, അതുപോലെ തന്നെ പച്ചമുളകും, ഒരു നുള്ള് ജീരകം കൂടെ ഞാൻ എടുക്കുന്നുണ്ട്. ചിലർ ജീരകം ഉപയോഗിക്കാറില്ല ഇലവർഗ്ഗങ്ങൾക്ക്. ഞാൻ ഉപയോഗിക്കാറുണ്ട്. നല്ല ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്കിന്നത് ചതച്ചെടുക്കാം. ഞാനിവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കണം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്കൊരു സവാളയോ കൊച്ചുള്ളിയോ നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ സവാളയാണ് ഉപയോഗിക്കുന്നത്. അതൊന്ന് ജസ്റ്റ് വഴണ്ട് വരണം. വഴണ്ട് വന്നതിന് ശേഷം ഒത്തിരി ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല. വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അതിനകത്തിട്ട് ഒന്ന് വെള്ളം തോരുന്നിടം വരെ ഒന്ന് തോർത്തിയെടുക്കണം. അതിൻ്റെ കൂടെ ആവശ്യമായ മഞ്ഞളും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന ഇല ചേർത്ത് കൊടുക്കാം. ആ ഇലകൾ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് യോജിപ്പിച്ച് നമുക്ക് ആവിയിൽ ഒന്ന് വേവിച്ചെടുക്കാം. യോജിപ്പിച്ചിട്ടുണ്ട്. അടച്ചു വെച്ച് നമുക്ക് ആവി വരുന്നിടം വരെ ഒന്ന് നോക്കാം. ഒരാവി വന്നതിന് ശേഷം വീണ്ടും ഇളക്കി വീണ്ടും ഒരാവിയും കൂടെ വെച്ച് വേവിക്കാം. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ്. നിങ്ങൾ കോളിഫ്ലവറിൻ്റെ ഇല കിട്ടുന്നവരാരും കളയരുത്. എല്ലാവരും ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം. അതുപോലെ തന്നെ ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാം. നമ്മുടെ കാബേജ് തോരൻ വെച്ചാലുള്ള ടേസ്റ്റാണ് ഇതിന് കിട്ടുന്നത്. ഒരു അരുചിയുമില്ല. നല്ല തോരനാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. താങ്ക് യു ഫോർ വാച്ചിങ്.